ഹായ്! അങ്ങനെ നമ്മുടെ ഒരു ഫസ്റ്റ് വിൻ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റി. ഈസ്റ്റ് ബംഗാളിനെതിരെ 3 പോയിന്റ് നമുക്ക് കിട്ടി. നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. കാരണം ടീം സെറ്റായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇനീഷ്യൽ മാച്ചസ് പ്രത്യേകിച്ച് നമ്മുടെ ഹോം മാച്ചസ് നമ്മൾ പോയിന്റ് ഡ്രോപ്പ് ചെയ്യാൻ പാടില്ലായിരുന്നു. നമുക്ക് 3 പോയിന്റ് കിട്ടി. വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ ടീം നന്നായിട്ട് കളിച്ചാലും ടീം സെറ്റായി എന്നൊന്നും പറയാനായിട്ട് ആയിട്ടില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് കോച്ചിനൊരു ഫോർമേഷൻ എന്ത് കളിപ്പിക്കണം എന്നുള്ളൊരു ഒരു തീരുമാനം ആയെന്ന് തോന്നുന്നു. 4-3-3 കാര്യങ്ങളൊന്നും ഇവിടെ വർക്കൗട്ട് ആവില്ല. ഇവിടെ വർക്കൗട്ട് ആവുന്നത് 4-4-2 തന്നെയാണെന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് പുള്ളിക്ക് കിട്ടിയെന്ന് തോന്നുന്നു. ഇനി സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് വരണമെന്നുണ്ടെങ്കിൽ 2-3 ചേഞ്ചസ് നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രധാനമായിട്ട് നമ്മുടെ മെയിൻ സ്ട്രൈക്കർ ഹെസൂസ് ഫസ്റ്റ് ടീമിലേക്ക് വന്നു. പക്ഷെ പുള്ളി ഇപ്പോഴും ഒരു 90 മിനിറ്റ് കളിക്കാൻ പാകത്തിനുള്ള ഒരു സ്റ്റാമിന അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പുള്ളിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അടുത്ത ഒരു സർപ്രൈസിങ് എലമെന്റ് എന്ന് പറയുന്നത് ഡാനിഷിനെ ഫസ്റ്റ് ടീമിൽ ഉൾപ്പെടുത്തി. എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ടും സ്റ്റാറെ പ്രസ്സിങ് ചെയ്ത് ഈസ്റ്റ് ബംഗാളിനെ കളിക്കാതിരിപ്പിക്കുക എന്നുള്ളൊരു പ്ലാനായിട്ടാണ് ഇറങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ അതിനുവേണ്ടി ഒരു ഇന്ത്യൻ പ്ലെയർ ബെസ്റ്റായിട്ട് പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ഞാൻ തന്നെയാണെന്ന് കോച്ചിനെ കൺവിൻസ് ചെയ്യിക്കാനായിട്ട് ഡാനിഷിന് പറ്റിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഡാനിഷിനെ ടീമിൽ ഒരു ഇൻക്ലൂഷൻ കിട്ടുന്നു. എന്തായാലും ആ പ്ലാനിൽ കറക്റ്റായിട്ട് ഡാനിഷ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് വിസിലിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത്രമാത്രം യെസൂസ് പോകുന്നേക്കാളും ഫ്രണ്ടിൽ ഡാനിഷ് പോയിട്ട് പ്രസ് ചെയ്തും ബോൾ റിക്കവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഐഡിയാസ് ഗുഡ് ലെഗ് ഈസ് മൈൻ എന്ന് പറഞ്ഞ പോലെയാണ്. പ്രസ് ചെയ്ത് ബോളൊക്കെ എടുക്കും, പിന്നെ എങ്ങോട്ടെങ്കിലും കൊടുക്കും. ആ ഒരു അവസ്ഥയിലാണ് ഡാനിഷിൻ്റെ കേസ്. പക്ഷേ ഡാനിഷിന് നമുക്ക് ഇൻക്ലൂഷൻ ചെയ്യാൻ ഇരിക്കാൻ പറ്റില്ല. ഇങ്ങനെ പ്രസ്സിങ്ങിൽ ഒരു ബാലൻസ് വേണമെന്നുണ്ടെങ്കിൽ ഡാനിഷ് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഒരു നല്ല പ്രസ്സിങ്, ഫ്രണ്ട്ലി പ്രസ്സിങ്ങും ബോൾ റിക്കവറിങ് കാര്യങ്ങളും ഈസ്റ്റ് ബംഗാൾ എന്ത് വിചാരിച്ചോ ബാക്കിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്ത് വന്നു. പക്ഷെ അതൊന്നും നടത്താനായിട്ട് ഈസ്റ്റ് ബംഗാളിനെ കൊണ്ട് നമ്മൾ സമ്മതിപ്പിച്ചിട്ടില്ല. ബോൾ റിക്കവർ ചെയ്തെടുക്കും, പക്ഷെ പുള്ളി ഇങ്ങനെ മിസ് പാസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഒരു കൺട്രോൾ നമുക്ക് ഫൈനൽ തേർഡിൽ കിട്ടിയിട്ടില്ല. വളരെ ഒരു മോശം ഗെയിം പ്ലേ ആയിരുന്നു ഫൈനൽ തേർഡിൽ ഉണ്ടായിരുന്നുള്ളത്. കുറച്ചും കൂടി നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ചാൻസസ്, ബോൾ കീപ്പ് ചെയ്യുന്ന അവസരങ്ങൾ നമുക്ക് സൃഷ്ടിക്കാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷേ ആ രീതിയിൽ കളിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. ഇനി ലൂണയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല ഈ ഒരു ഫ്രണ്ട് ത്രീ, നമുക്കിപ്പോൾ ജയും എന്നും മാത്രമേ കളിക്കുന്നുള്ളൂ. ജയൽ തന്നെ ആവണമെന്നുണ്ടെങ്കിൽ ലൂണയും കൂടിയും വരണം. ലൂണ വരുമ്പോൾ നമ്മൾ ഫ്രണ്ട് ത്രീ സെറ്റാവുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ആരെങ്കിലും ഒഴിവാക്കണം, അതൊരു വേറൊരു കേസാണ്. അങ്ങനെ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും ചാൻസ് നമുക്കുള്ളത് കോയ്ഫാണ്. പക്ഷേ കോയ്ഫ് ഇന്നത്തെ കളിയിൽ സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ് ആയിരുന്നു. കോയ്ഫിനെ അങ്ങനെ ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഒരു ഡിപ്പെൻഡൻസി പുള്ളി ഈ എൻ്റെ ടീമിൽ ഉണ്ടാക്കാനായിട്ട് പറ്റി. കോയ്ഫിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗെയിമിൻ്റെ എല്ലാ ഏരിയയിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പുള്ളിക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് അസിസ്റ്റായിട്ട് ഭയങ്കര എന്താ പറയുക ഒരു തീരുമാനമാക്കി എടുക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു. നമ്മൾ 4-4-2 കളിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ കളിച്ചു വരുമ്പോൾ നമ്മൾ 4-4-2 ഫോർമേഷൻ അല്ല, ബിൽഡപ്പിൻ്റെ ഒരു ഫേസിൽ നമുക്ക് നോക്കാം. അപ്പോൾ കോയ്ഫ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ലാസ്റ്റ് CB ലൈനായിട്ട് ജോയിൻ ചെയ്തിട്ട് ഒരു ബാക്ക് 3 ഫോർമേഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്ന് പുള്ളിക്ക് ഫോർവേഡ് ഓപ്ഷൻസ് ആയിട്ട് സന്ദീപ് കയറി നിൽക്കുന്നുണ്ടല്ലോ, പിന്നെ രാഹുലുണ്ട്, പിന്നെ യെസൂസും അതേപോലെ ഡാനിഷും ഉണ്ട്. ഇപ്പോൾ ഈ കേസിൽ ഡാനിഷിനെയാണ് പുള്ളി ഒരു ലോങ് ബോളിൽ ഫൈൻഡ് ചെയ്യുന്നത്. ലോങ് ബോൾ ഇപ്പോഴും പുള്ളിക്ക് ചെറിയൊരു വറിയിങ് ആണ്. പക്ഷേ ഐഡിയ ഗുഡാണ്, അത് സെറ്റായി വരുന്നതായിരിക്കാം. വീണ്ടും പുള്ളി ഡ്രോപ്പ് ഓഫ് ചെയ്യുന്നതാണ്. പുള്ളി നേരെ കൈ കാണിക്കുന്നു സന്ദീപിനോട് കയറി പോകാനായിട്ട്. സന്ദീപ് കയറിപ്പോയി അവിടെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം പുള്ളിയുടെ ഒപ്പോസിഷൻ വിങ്ങറെ അട്രാക്ട് ചെയ്തു. അപ്പം അതിനർത്ഥം സന്ദീപിനും രാഹുലിനും പാസ് കളിക്കാൻ ജസ്റ്റ് ഒരു 1 മാനെ ബീറ്റ് ചെയ്താൽ മതി. ഒരു 1 vs 2 സിറ്റുവേഷൻ അവിടെ ഉണ്ട്. പക്ഷെ അവർക്ക് ബീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പൂർ പാസ്സായിപ്പോയി, ബോൾ തിരിച്ചു വരണം. വീണ്ടും അടുത്ത എക്സാമ്പിളാണ്. ഈ എക്സാമ്പിളിലും പുള്ളി അവിടെ നിൽക്കുന്നുണ്ട്, പക്ഷേ പ്രീതം നേരിട്ട് ബോൾ കൊടുക്കുന്ന സന്ദീപിന്. അപ്പോൾ നമുക്കൊരു 1 vs 2 സിറ്റുവേഷൻ അവിടെ ഉണ്ട്. ഇപ്രാവശ്യം ഒരു പൂർ പാസ്സായിരുന്നു രാഹുലിൻ്റെ, പിറകിലേക്ക് ബോൾ പോയി. പിന്നെ സന്ദീപിൻ്റെ ക്രോസും ഒരു ആളെ ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു റൈറ്റ് സൈഡിൽ കൂടെ നല്ല രീതിയിൽ അറ്റാക്ക് കഴിഞ്ഞ കളിയിൽ ഉണ്ടായിരുന്നു. സാധാരണ നമ്മൾ നോഹേനൊക്കെ ഉപയോഗിച്ചൊരു പരിപാടി കോയ്ഫ് ചെയ്യുന്നത് ഇങ്ങനെ ഹെസൂസിനെ ഫൈൻഡ് ചെയ്യുന്നതാണ്. ഇതും പുള്ളി ഡീസൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമായിരുന്നു ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ടു അറ്റാക്ക് മിഡ്ഫീൽഡർ ഒരു കണക്ഷൻ. അത് നമ്മൾ നല്ല രീതിയിൽ ഇന്നത്തെ കളിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി കോയ്ഫിൻ്റെ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ കാണാം. പുള്ളി ഇപ്പോൾ ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോളിൽ നിൽക്കുകയാണ്. അവിടെ നിന്ന് അറ്റാക്ക് വരുന്ന ഒപ്പോസിഷൻ സൈഡിൽ പുള്ളിക്ക് മനസ്സിലായി ഓക്കെ നമ്മുടെ റൈറ്റ് ബാക്ക് പൊസിഷനിലില്ല. അപ്പോൾ പുള്ളി നൈസായിട്ട് തലാലിനെ മാർക്ക് ചെയ്തിട്ട് ഇറങ്ങി വന്നു. അണ്ട് റൈറ്റ് ബാക്ക് ആയിട്ടുള്ള ഈബം വന്നപ്പോൾ എന്ത് ചെയ്തു, പുള്ളി ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോളിലേക്ക് സ്വിച്ച് ചെയ്തു. ഇങ്ങനെ എഫക്റ്റീവായിട്ട് ലാസ്റ്റ് കളി കറക്റ്റായിട്ട് ഡിഫൻസ് ലൈനിൽ ആരും ഇല്ല, അവർക്ക് പകരം ഇറങ്ങി വന്ന് പുള്ളി ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ നമ്മൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സെൻറ്റർ ബാക്കായിട്ടുള്ള മിലോസ് ഒപ്പോസിഷൻ ബോക്സിലുണ്ട്. പക്ഷേ പെട്ടെന്ന് ഒരു കൗണ്ടർ അറ്റാക്ക് വരണം. അപ്പോൾ കറക്റ്റായിട്ട് കോയ്ഫ് എന്ത് ചെയ്യുന്നു, ഇറങ്ങി വരുന്നു. ആദ്യം ഒന്ന് റൈറ്റ് സൈഡിൽ നോക്കി, ഓക്കെ ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള നവാച്ച് അവിടെ ഉണ്ട്, ഓക്കെ. പിന്നെ പുള്ളിയുടെ പിറകിൽ നിന്ന് ആരൊക്കെയാണ് ബോക്സിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് നോക്കുക, ഓക്കെ അവരുടെ റൈറ്റ് വിങ്ങർ ഓടി വരുന്നുണ്ട്. പിന്നെ അപ്പം തന്നെ ഒന്നും കൂടി തിരിഞ്ഞു വന്നിട്ട് ഓക്കെ തലാൽ ഓടി വരുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഡിഫൻസ് ലൈനിലേക്ക് ജോയിൻ ചെയ്തിരുന്നു. നമ്മുടെ 2 സെൻറ്റർ ബാക്കും പ്രീതം അതിൽ മിനോസ് ആയാലും ട്രാക്ക് ബാക്ക് ഭയങ്കര ഷോക്കാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ അറിയിക്കാതെ പുള്ളി എന്ത് ചെയ്യും കറക്റ്റ് ടൈമിൽ ഇങ്ങനെ മൂവ്മെൻ്റ് ഒക്കെ നടത്തി സ്വിച്ച് ചെയ്തിട്ട് കളിച്ചിട്ടുണ്ട്.
ഈ കേസിലും നവോച്ച ഹെഡർ മിസ്സായി. അപ്പോൾ കോയ്ഫിന് അപകടം മടത്ത്. കോയ്ഫ് നേരെ ഓടി വന്നിട്ട് എന്ത് ചെയ്തു, നവോച്ചയുടെ പ്ലെയറെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മിലൂസ് ആ സൈഡിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ കറക്റ്റായിട്ട് എവിടെയാണോ ഗ്യാപ്പ് ഉള്ളത് അവിടെ നിന്നിട്ട് പുള്ളി. ഇനി നമുക്കൊരു കൗണ്ടർ അറ്റാക്കിംഗ് സെനറി കാണാം. പുള്ളി മിഡിൽ നിന്ന് ഡിമിയുടെ ഒപ്പം ഇറങ്ങി വരികയാണ്. ഒരു AI ട്രാക്കിംഗ് എന്നൊക്കെ പറയല്ലോ, ആ രീതിയിലാണ് ഡിമിനെ ട്രാക്ക് ചെയ്തിട്ട് പുള്ളി ഇറങ്ങി വരുന്നത്. പലപ്പോഴും നമ്മൾ ഡിഫൻസ് എന്ന് പറയുമ്പോൾ അധികം അത്യാവശ്യം ടാക്കിളും കാര്യങ്ങളൊക്കെ പറയും. ഡിമി വിങ്ങറെ റിലീസ് ചെയ്തിട്ട് വരികയാണ്. ഒരു ടാക്കിളൊന്നും വേണ്ട, പ്രോപ്പറായിട്ട് ആ പ്ലെയർ വളഞ്ഞു വിടുമ്പോൾ ഒരു നിഴൽ പോലെ പുള്ളിയുടെ ഓടി ഒരു കട്ട് ബാക്കിൻ്റെ സെനാരിയോ പുള്ളി അവിടെ ഇല്ലാതാക്കാൻ ചെയ്യുന്നു. ഡിമി ഫ്രസ്ട്രേറ്റഡ് ആവുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ഡിഫൻഡർ ക്ലാസ് ആയിട്ട് പുള്ളി ചെയ്യുന്നുണ്ട്. പുള്ളിനെ കുറച്ച് ലാക്ക് ചെയ്യുന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡീപ് പ്ലേയിങ് പ്ലേ മേക്കർ എന്നുള്ളൊരു പരിപാടി, ലോങ് ബോൾസ് പുള്ളിയുടെ ആക്യുറസി അത് ശരിയാവുന്നുണ്ട്. അതും കൂടി ശരിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന പെർഫെക്റ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ നമുക്ക് കോയ്ഫിനെ വിളിക്കാനായിട്ട് പറ്റും. അതിന് നമുക്ക് അടുത്ത കളിയിൽ കാണേണ്ടി വരും. വളരെ കുറച്ച് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ് ഡിഫൻഡേഴ്സ്. അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നുള്ളൂ. ഗോൾ അടിക്കുന്നവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഇഷ്ടം പോലെ പേരുണ്ടാവും. പക്ഷേ കോയ്ഫും ഈ പറഞ്ഞ പോലെ നമ്മുടെ ടീമിൽ ആരെങ്കിലും ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ ഉണ്ടാക്കണം. ഈ കേസിൽ ഞാൻ വാച്ച ക്വിക്ലി ക്ലോസ് ഡൗൺ ചെയ്യാണ്. ബാക്കി എല്ലാവരും ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് കൈയും വീശി നടന്നു പോകുന്നു. പക്ഷേ കോയ്ഫ് എന്താണ് നവോച്ചനെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഒരു നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരണം. ഈ കേസിൽ ബോൾ ക്ലിയർ ചെയ്യില്ലേ, ബോൾ ഹോൾഡ് ചെയ്ത് നമുക്ക് പ്ലേ കണ്ടിന്യൂ ചെയ്യാമെന്ന് കോയ്ഫ് പ്രീതത്തിനോട് പറയുന്നത്. പക്ഷേ പ്രീതം ഫസ്റ്റ് ടൈം ഒരു പാസ് കൊടുക്കണം, ആ ബോൾ പുറത്തേക്ക് പോകണം. പുള്ളി പറയണ കേൾക്കാണ്ട് പ്രീതം ബോൾ പുറത്തേക്ക് കളയണം. പക്ഷേ കോയ്ഫ് എന്താ ചെയ്യുന്നത്, കൈ അടിച്ചിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഫീൽഡിൽ കൊണ്ടുവരാൻ പുള്ളിക്ക് പറ്റുന്നത്. ആരെ ഒരു മിസ്റ്റേക്ക് വരുത്തിയെന്ന് വെച്ചിട്ട് ഒരു ഗിൽറ്റ് ഫീലിംഗ് കൊണ്ടുവരാണ്ട് മൊത്തം എല്ലാവരും ചിയറപ്പ് ചെയ്യുന്നൊരു ആറ്റിറ്റ്യൂഡ് പുള്ളി കാണിക്കുന്നുണ്ട് ഫീൽഡിൽ. നല്ല കാര്യമാണ്. ഇങ്ങനെ പല കാര്യങ്ങളും കോയ്ഫ് നമ്മുടെ ടീമിന് വേണ്ടി നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോയ്ഫിനെ ഒരു 11ൽ നിന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. നല്ലൊരു ബാലൻസ് ഡിഫൻസിനും അറ്റാക്കിനും പുള്ളി കൊടുക്കുന്നുണ്ട്. പക്ഷെ ആർക്ക് നല്ലൊരു പ്രശ്നമായിരിക്കും ഈ ഗുണം വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള കേസ്. അപ്പോൾ കോയ്ഫ് നമ്മുടെ ടീമിന് ഒരു അപ്ഗ്രേഡ് തന്നെയാണ്. അത്രത്തോളം വലിയ അപ്ഗ്രേഡ് ആണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോർമർ ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ കളി നമ്മൾ നോക്കിയാൽ മതി. ജീക്സൺ സിംഗ് ഈസ്റ്റ് ബംഗാളിൽ പോയതുകൊണ്ട് പുള്ളിനെ കുറ്റം പറഞ്ഞതല്ല, ഞങ്ങൾ വിചാരിച്ചാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ജീക്സൺ അല്ല ഏത് ഇന്ത്യൻ പ്ലെയേഴ്സ് ആണെന്നുണ്ടെങ്കിലും വളരെയധികം ലാക്കിംഗ് ആണ്. ഈ കോയ്ഫ് പോലുള്ള പ്ലെയർ ചെയ്യുന്നതിന് 90% ചെയ്യാനായിട്ട് അവർക്ക് പറ്റില്ല. ഇതിൽ തന്നെ ജീക്സൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും പുള്ളി ഒരു പൊസിഷൻ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, മൂവ്മെന്റ് നടത്തുന്നില്ല, ഭയങ്കര ഡിഫൻസീവായിട്ടാണ് ആലോചിക്കുന്നത്. ഈസ്റ്റ് ബംഗാളിൽ നമ്മൾ കളി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു ബാക്കിൽ ബിൽഡപ്പ് ചെയ്ത് കളിക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ അതൊന്നും അവർക്ക് നടത്താനായിട്ട് പറ്റിയിട്ടില്ല. എന്നാൽ പല സന്ദർഭങ്ങളിലും അൻവർ അലിയാണ് അവിടെ നിന്ന് കളി മെനയുന്നത്. ഡിഫൻസീവ് മിഡ്ഫീൽഡർ കറക്റ്റ് പൊസിഷനില്ല. അൻവർ അലി പറയുന്നത് ജീക്സൺ മിഡ്ഫീൽഡിൽ പോയി നിൽക്കും, അവിടെ പാസ് റിസീവ് ചെയ്തിട്ട് അവിടെ നിന്ന് ബോൾ കൊണ്ടോ. പിന്നെ പാസ് റിസീവ് ചെയ്യാൻ പറ്റുന്ന പല സന്ദർഭങ്ങളിൽ പുള്ളി റിസീവ് ചെയ്യാണ്ട് ഓക്കെ ബോൾ വിങ്ങിലൂടെ പോകാൻ പറയും. അങ്ങനെ കൺജസ്റ്റഡ് ഏരിയയിലൊക്കെ ബോൾ പോകുന്നു. പിന്നെ പുള്ളി ബോൾ ചോദിച്ചിരുന്നു, പക്ഷെ ഫോക്കസ് വിട്ടു പോകുന്നു പുള്ളിയുടെ, അങ്ങനെ ബോൾ പോകുന്നു. അങ്ങനെ ജീക്സൺ എന്നുള്ള ശരിക്കും പിക്ചറിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജീക്സൺ പോലെ ഒരു പ്ലെയർ പോയിട്ടാണ് നമുക്ക് കോയ്ഫ് പോലത്തെ ഒരു പ്ലെയർ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് കളിയിലും കാണാൻ പറ്റുന്നു പ്രതീക്ഷിക്കുന്നു. എത്രത്തോളം കോയ്ഫിനെ ചെയ്യാൻ പറ്റും നമുക്ക് കണ്ടറിയാം. എന്നിട്ട് ഈ സമയത്ത് ഒരു കാര്യം കൂടി പറയണം, ഇങ്ങനെ ഇന്ത്യൻ മിഡ്ഫീൽഡേഴ്സിനെ വെച്ചിട്ടാണ് അവർ ലാസ്റ്റ് 3 സീസണും കളിച്ചത്. കോച്ച് ഇവാനും നമ്മളെന്തെങ്കിലും ഒരു ക്രെഡിറ്റ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഈസ്റ്റ് ബംഗാൾ മാച്ചിനെ കുറിച്ച്. തൽക്കാലം നിർത്തുന്ന സമയം അനുവദിക്കുന്നില്ല. പിന്നെ നമ്മളെ മൈക്കും കേടായി പോയി. ഇനി നോർത്ത് ഈസ്റ്റ് മാച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഒരു പ്രീ മാച്ച് വീഡിയോ ചെയ്യാം, അതിൽ ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അടിച്ചിരിക്കുക. ഞാൻ പോയിട്ട് പുതിയ മൈക്കുമായിട്ട് വരാം.